ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഞങ്ങൾക്ക് ഒരു കഥ പറഞ്ഞു. ആരാ കഥ പറഞ്ഞു കൊടുക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുൻകഴിഞ്ഞ സമുദായങ്ങൾക്കിടയിൽ നടന്ന ഒരു സംഭവമാണ്. ഒരു നാട്ടിൽ ഒരാൾ മറ്റൊരാളിൽ നിന്ന് ഒരു ഭൂമി വിലക്ക് വാങ്ങി, പൈസയൊക്കെ കൊടുത്ത് കരാറൊക്കെ പൂർത്തീകരിച്ച് ഇടപാടൊക്കെ തീർത്തു. എന്നിട്ട് ഇയാൾ വാങ്ങിച്ച ഈ ഭൂമിയിൽ ഇയാൾ കൃഷിക്ക് വേണ്ടിയിട്ട് കിളച്ച് മറിക്കാൻ വേണ്ടി തുടങ്ങി. പണിയെടുക്കുന്നതിനിടയിൽ ആ ഭൂമിയുടെ അകത്ത് നിന്ന് ഇയാൾക്ക് ഒരു ചെറിയ ഒരു കുടം കിട്ടി, അങ്ങനെ പറയാം നമുക്ക്, ഒരു കുടം. ആ കുടം തുറന്നു നോക്കിയപ്പോൾ അതിൽ സ്വർണ്ണ നാണയങ്ങളുണ്ട്, നിധിയുണ്ട്. അയാൾ ഇതിങ്ങനെ കയ്യിൽ വെച്ചിട്ട് കുറേ നേരം ആലോചിച്ചു എന്ത് ചെയ്യണം. എന്നിട്ട് ആലോചനയുടെ അവസാനത്തിൽ അയാൾ ആ കുടം എടുത്തിട്ട് നേരെ ഈ ഭൂമി ആരിൽ നിന്നാണോ വാങ്ങിച്ചത് അയാളുടെ വീട്ടിലേക്ക് പോയി. അയാളെ മുട്ടി വിളിച്ചു. പുറത്തേക്ക് അയാൾ വന്നു. അയാളോട് പറഞ്ഞു, സഹോദര, ഇന്നമശ്തറൈതു മിൻകൽ അർള് വലം അബ്തഅ മിൻക ദഹബ്. ഞാൻ നീയുമായിട്ട് കരാറ് ചെയ്തിട്ട് നിനക്ക് പൈസ തന്ന് വാങ്ങിച്ചത് ഭൂമിയാണ്, ആ ഭൂമി എൻ്റെതാണ്. പക്ഷേ ആ ഭൂമിയുടെ അകത്ത് നിന്ന് കിട്ടിയ ഈ സ്വർണം, അതിന് ഞാൻ നിനക്ക് പൈസ തന്നിട്ടില്ല, അത് എൻ്റെതല്ല, അത് നിൻ്റെതാണ്. അതുകൊണ്ട് ഇത് നീ സ്വീകരിക്കണേ എന്ന് പറഞ്ഞു. കാരണം അഥവാ ഇത് നീ സ്വീകരിച്ചിട്ടില്ല എങ്കിൽ, ഞാൻ പൈസ കൊടുത്ത് വാങ്ങിക്കാത്ത, എനിക്ക് അർഹതപ്പെടാത്ത ഈ സ്വത്ത് ഞാനെടുത്ത് ഭക്ഷിച്ചാൽ നാളെ അള്ളാഹിന്റെ മുന്നിൽ പോയി നിൽക്കുമ്പോൾ അള്ളാഹു നിനക്ക് അർഹതപ്പെടാത്തത് നീ എന്തുകൊണ്ട് തിന്നു എന്ന് ചോദിച്ചാൽ എനിക്കെന്ത് മറുപടി ഉണ്ടാവും? അള്ളാഹു തപ്പോ നോക്കിയ ഈ സഹോദരൻ ഇങ്ങനെ പറഞ്ഞിട്ട് ആ നിധി, ആ സ്വർണ്ണക്കെട്ട് അയാളെ കയ്യിലേക്ക് കൊടുത്തു. അയാൾ പക്ഷെ സ്വീകരിക്കാതെ കുറച്ചു നേരം ഇങ്ങനെ നോക്കി. എന്നിട്ട് അയാൾ പറഞ്ഞു, സഹോദര, അങ്ങനെയല്ല, ഞാൻ ഭൂമി വിറ്റപ്പം ആ ഭൂമിയിലുള്ള മുഴുവനും നിനക്ക് വിറ്റതല്ലേ, അതിലുള്ള മരങ്ങൾ, വൃക്ഷങ്ങൾ എല്ലാം ഞാൻ നിനക്ക് വിറ്റതല്ലേ, അപ്പം അതിൽ ഇതും പെട്ടു. അതുകൊണ്ട് ഞാൻ വിറ്റപ്പോൾ ഇത് മുഴുവനായിട്ടാണ് നിനക്ക് വിറ്റത്. ഇത് നിനക്ക് അർഹതപ്പെട്ട സ്വത്താണ്, എനിക്ക് അർഹതപ്പെട്ട സ്വത്തല്ല. ഇതെങ്ങാണം നിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് ഞാൻ ഭക്ഷിച്ചാൽ നാളെ ആഖിറത്തിൽ പോയി എൻ്റെ റബ്ബിന്റെ മുന്നിൽ ഇരിക്കുമ്പോൾ നീ എന്തിനാണ് നിനക്ക് അർഹതപ്പെടാത്ത സാധനം തിന്നതെന്ന് എന്നോട് എൻ്റെ റബ്ബ് ചോദിച്ചാൽ ഞാനെന്ത് മറുപടി പറയും? ഞാൻ കുടിക്കും പോലെ സഹോദര, ഞാൻ സ്വീകരിക്കൂല എന്ന് പറഞ്ഞു. അല്ലാഹു അക്ബർ. നമ്മളൊക്കെ എങ്ങനെയെങ്കിലും ഒരു മതിലെങ്കിലും പണിതിട്ട് അവൻ്റെ ഒരു 10 സെന്റിൽ നിന്ന് 1 സെന്റ് എങ്ങനെ ഇങ്ങോട്ട് കരസ്ഥമാക്കുക എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മുടെ ഭയങ്കര പ്ലാനിങ്, അല്ലേ? അന്നത്തെ കാലഘട്ടത്തിലെ തഖ്വയുടെ ഉയർന്ന അവസ്ഥയായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ചരിത്രം. ഇവർ രണ്ടുപേരും തമ്മിൽ തർക്കമായി, നീ സ്വീകരിക്കണം, ഞാൻ സ്വീകരിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം. അവസാനം അവരുടെ നാട്ടിൽ തന്നെയുള്ള ഒരു നല്ല മനുഷ്യനോട്, ഇവരെ പോലെ മുത്തഖിയായ ഒരു മനുഷ്യന്റെ അടുക്കലേക്ക് പോയിട്ട് അവർ ഈ കേസുമായിട്ട് പോയി ഇതിൽ വിധി പറയാൻ വേണ്ടി പറഞ്ഞു. അയാൾ ഇതൊക്കെ കേട്ടു. അയാൾ അതിലും വലിയ തഖ്വയുള്ള ആളായിരുന്നു, നല്ല ബുദ്ധിമാനായിരുന്നു. അയാൾ ചോദിച്ചു, നിങ്ങൾക്ക് കുട്ടികളുണ്ടോ? അപ്പോൾ ആദ്യത്തെ ആൾ പറഞ്ഞു, എനിക്കൊരു ആൺകുട്ടിയുണ്ട്. രണ്ടാമത്തെ ആൾ പറഞ്ഞു, എനിക്കൊരു പെൺകുട്ടിയുണ്ട്. പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നിന്റെ ആൺകുട്ടി നിന്റെ പെൺകുട്ടിയെ വിവാഹം കഴിക്കട്ടെ. എന്നിട്ട് ഈ പണം, ഈ തുക ഇവരുടെ രണ്ടുപേരുടെ വിവാഹ ചെലവിനും ബാക്കിയുള്ള ആവശ്യങ്ങൾക്കും വേണ്ടി അവരെടുത്തുകൊള്ളട്ടെ. പ്രശ്നം അതോടുകൂടി പരിഹരിക്കും. എത്ര സുന്ദരമായ കാലഘട്ടമല്ലേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രയും പറഞ്ഞ് ആ കഥ അവിടെ അവസാനിപ്പിച്ചു. ഇതാണ് തഖ്വ. ഞാനെങ്ങാനും അത് ചെയ്തു പോയാൽ നാളെ അള്ളാഹുവിൻ്റെ മുന്നിൽ പോകുമ്പോൾ ഞാൻ എന്ത് മറുപടി പറയും എന്ന ഒരു ചിന്ത, എന്നൊരു ബോധം പല കാര്യങ്ങളിൽ നിന്ന് നമ്മളെ പിടിച്ചു നിർത്തണം.